ജനവിരുദ്ധ ഭരണത്തിന് വിരാമം വേണമെന്ന് ബെന്നി ബെഹനാൻ എം പി. കോതമംഗലത്ത് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോതമംഗലത്തെ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ബെന്നി ബെഹനാൻ എം പി ഇടത് സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം എല്ലാ മേഖലയിലും തകർത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന ആശ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനഹിതമാണ് ജനവിധി. ജനഹിതമാണ് ജനവിധിയെങ്കിൽ ആ ജനഹിതം നമുക്ക് അനുകൂലമാണ്. ഈ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന് വൻ തകർച്ചയിൽ നിന്നും മോചനം നൽകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജനവിരുദ്ധ ഭരണത്തിന് വിരാമം വേണമെന്നും ബെന്നി ബെഹനാൻ എം പി കൂട്ടിച്ചേർത്തു. 15,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷിബു തെക്കുംപുറം വിജയിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആമുഖപ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഷിബു തെക്കുംപുറം ഏറ്റവും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അവസരത്തിൽ ശ്രീ ഷിബു തെക്കുംപുറം നമ്മുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യോഗത്തിൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷമീർ പനക്കൻ അധ്യക്ഷനായി. ഫ്രാൻസിസ് ജോർജ് എം പി, മുസ്ലിം ലീഗ് നേതാവ് TA അഹമ്മദ് കബീർ, UDF ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, TU കുരുവിള, PC തോമസ്, AG ജോർജ്, KP ബാബു, EM മൈക്കിൾ, ബാബു ഏലിയാസ്, മാത്യു ജോസഫ്, ബോബൻ ജേക്കബ്, അബു മൊയ്തീൻ, MS എൽദോസ്, PK മൊയ്തു, ഇബ്രാഹിം കവല, AT പൗലോസ്, ബാബു പോൾ, ഭാനുമതി രാജു, ജെസ്സി സാജു തുടങ്ങി ഒട്ടേറെ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിപുലമായ കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.